സൂറത്ത് മറിയമിലെ 33 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി 34 പഠിക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. ഒന്നുകൂടെ. ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. ഈസാ നബിയുടെയും മറിയം ബീവിയുടെയും ഒക്കെ ചരിത്രമാണ് കഴിഞ്ഞ കുറേ വചനങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയത്. അതിനൊരു കൺക്ലൂഷൻ എന്ന നിലക്ക് അല്ലാഹു തആല ഈ വചനങ്ങളിൽ പറയുന്നു, ذلك عيسى بن مريم قول الحق الذي فيه يمترون. ذلك അതാകുന്നു ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ, ഇതാണ് ഈ പറയപ്പെട്ടതാണ് എന്നർത്ഥം. അതായത് ഈസാ നബിയെ പറ്റി ധാരാളമായ വ്യത്യസ്തമായ ചർച്ചകളും കാഴ്ചപ്പാടുകളും അന്ന് സമൂഹത്തിലുണ്ട്. ദൈവപുത്രനാണെന്ന് പറയുന്നവർ, അതേപോലെ ദൈവമാണ് എന്ന് പറയുന്നവർ, അതോടൊപ്പം വ്യഭിചാരപുത്രനാണെന്ന് പറയുന്നവർ എല്ലാം ഉണ്ട് അവിടെ. അപ്പം അതൊന്നുമല്ല, ഈ പറയപ്പെട്ടതെന്തോ അതാണ് ഈസാ നബി ഇസ്ലാം. അതാണ് ദാലിക ഈസ ബിനു മറിയം. ഇതാണ് ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രനായ ഈസ എന്ന് പറയുന്നത് ഇതാകുന്നു. അതല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കും പോലെ മറ്റുള്ള എന്തെങ്കിലും ഒന്നുമല്ല എന്ന് അല്ലാഹു തആല വ്യക്തമായി ഇവിടെ പറയുന്നത്. അതാണ് ദാലിക ഈസ ബിനു മറിയം. ദാലിക അതാണ് ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ. ഈ പറയപ്പെട്ടത് എങ്ങനെയാണ് ഈസ ഉണ്ടായത്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, സാഹചര്യം എന്താണ്, ആ ചരിത്രം വ്യക്തമായും വിശദമായും സംശയമില്ലാത്ത വിധം അല്ലാഹു തആല കൃത്യമായി അവിടെ വരച്ച് കാണിച്ചു. മറിയം ബീവി ആ പള്ളിയിൽ വന്നത് മുതൽ ഓരോ ഘട്ടങ്ങളും നമ്മൾ കണ്ണിൽ കാണുന്നത് പോലെ അല്ലാഹു തആല അവതരിപ്പിച്ചു. എന്നിട്ട് അവസാനം ദാലിക അതാകുന്നു ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. ഖൗലൽ ഹഖ്ഖി, ഹക്കായ വചനമാണ്, അല്ലെങ്കിൽ ഹക്കിൻ്റെ വചനമാണ്, രണ്ടുമാവാം. ഹക്ക് എന്നാൽ അള്ളയാണ്. ഖൗലൽ ഹഖ് ഒന്ന് കലിമത്തുള്ള എന്ന് പറയുന്ന അർത്ഥത്തിൽ ഖൗലൽ ഹഖ് എന്ന് പറയാം. കലിമത്തുള്ള, അള്ളാഹുവിൻ്റെ വചനം എന്ന അർത്ഥത്തിൽ ഖൗലൽ ഹഖ് എന്ന് പറയാം. ഖൗല് വചനം, ഹക്ക് അല്ലാഹ്, ഹക്ക് അല്ലാഹ്, അബ്ദുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ, ഹക്ക്. അതാണ് സൂഫികളൊക്കെ പറഞ്ഞ അയൽ ഹക്കു എന്ന് പറയുന്ന, ഞാനാണ് ഹക്ക് എന്ന് പറഞ്ഞത് അവിടെ ഹക്ക് അല്ലാഹ് എന്ന അർത്ഥത്തിലാണ്. ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ ഹല്ലാജിനെപ്പോഴും ആളുകൾക്ക് അയൽ ഹക്കു, ഞാനാകുന്ന ഹക്ക് എന്ന് പറഞ്ഞത് ചരിത്രത്തിലുണ്ട്. അപ്പം ഹക്ക് അല്ലാഹ്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെയാവാം, ഖൗലുൽ ഹഖി എന്ന് പറഞ്ഞാൽ കലിമത്തുല്ലാ എന്ന അർത്ഥത്തിൽ. ഇവിടെ ഖൗലുൽ ഹഖി എന്നും ഖിറാഅത്തുണ്ട്, ഖൗലുൽ ഹഖി എന്നുണ്ട്, ഖൗലു
എന്നുള്ള അമ്മായിക്കൊണ്ടും പാരായണമുണ്ട്. അതല്ലാത്ത മറ്റു ചില പാരായണങ്ങളും അതിലുണ്ട്. ഖാദുൽ ഹക്കി, കൂലുൽ ഹക്കി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും അതിൽ സ്ഥിരപ്പെട്ട ഖിറാഅത്തായി തന്നെ വന്നിട്ടുണ്ട്. ഖൗലുൽ ഹക്കി അല്ലെങ്കിൽ പിന്നെ ഹക്കായ കലിമത്തിനർത്ഥം അഖൂലു ഖൗലുൽ ഹക്കി എന്നർത്ഥത്തിൽ, അഖൂലു ഖൗലുൽ ഹക്കി ഹക്കായ കലിമത്താണ് ഈ പറയുന്നതൊക്കെ, ഈ പറയുന്നതാകുന്നു സത്യം എന്നർത്ഥത്തിലുമാകാം ഖൗലുൽ ഹക്കി എന്നുള്ളത്. അപ്പോൾ ഖൗലുൽ ഹക്കി സത്യസന്ധമായ വാക്കാകുന്നു എന്നായിരിക്കും അപ്പോൾ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ പറയുന്നതാണ് സത്യം, അതല്ലാതെ പുറത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളൊന്നും സത്യമല്ല. ഖൗലുൽ ഹക്കി ഹക്കായ വാക്കാണ്, സത്യമായ വാക്കാണ്. അല്ലദീ ഫീഹി യംതറൂൻ, അല്ലദീ ഏതൊന്നാണോ ഫീഹി അതിൽ യംതറൂൻ അവർ സംശയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇംതറ എന്ന് പറഞ്ഞാൽ സംശയിച്ചു, മിറിയത്ത്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ച വാക്കാണ് മിറിയത്ത്. ഷക്കുൻ എന്ന അർത്ഥം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മിറിയ, സംശയം. മിറിയത്ത് സംശയം, ഇംതറ സംശയിച്ചു, ഇംതറ സംശയിച്ചു. അതിന് മുതാരിയാണ് യംതരി, ഇംതറ യംതരി. ഇംതറ യംതരി അതാണ് യംതറൂന. യംതരി യംതരിയാനി യംതറൂന. ഖൗലുൽ ഹഖില്ലദീ ഫീഹി യംതറൂന അവർ സംശയിക്കുന്ന ആ കാര്യത്തിൻ്റെ ഹക്കായ വാക്ക് ഇതാകുന്നു. ഇംതിറാ, ഇംതിറാ യംതരി, ഇംതിറാ ഇഫ്തഅല യഫ്തഇലു ഇഫ്തിആൽ. മിറിയത്ത് സംശയം, ശക്ക്, റൈബ്, ആ അർത്ഥമാണ് മിറിയത്ത്. അപ്പോൾ ഈസാ നബിയെ പറ്റി അവർക്കുള്ള സംശയങ്ങൾ എന്തൊക്കെയാണോ ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഹക്കായ വാക്ക് ഇതാകുന്നു. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്ന കാലത്തും ഒരുപാട് തർക്കങ്ങൾ ചർച്ചകളൊക്കെയുണ്ട്. ജൂതന്മാർ പറയും വ്യഭിചാരപുത്രനാണ് എന്ന് പറയാറ്, യൂസുഫ് നജ്ജാറിൻ്റെ കുട്ടിയാണ് എന്നൊക്കെ യഹൂദികൾ പറയാറുണ്ട്. ക്രിസ്ത്യാനികൾ ഇലാഹാണെന്നും ഇലാഹിൻ്റെ മകനാണ് എന്നുമൊക്കെ വാദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെ വ്യത്യസ്ത വീക്ഷണക്കാരാണ്. ഇലാഹാണെന്ന് വാദിക്കുന്നവർ, അല്ല ഇലാഹിൻ്റെ മോനാണ് വാദിക്കുന്നവർ, അതല്ല മൂന്നാളും ഇലാഹാണ്, ഈസാ നബിയും മറിയം ബീവിയും അള്ളാഹുവും മൂന്ന് പേരും ഇലാഹാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ഇന്നത്തെ വാദം ഇതൊക്കെ അന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല ശരി. ആ പറയുന്ന ജൂതന്മാരുടെ വാക്കും ശരിയല്ല, ക്രൈസ്തവരുടെ വാക്കും ശരിയല്ല. മുസ്ലിമീങ്ങൾ പറയുന്ന ഹക്കായ കലിമത്ത് ഇതാണ്, ഈ പറയപ്പെട്ടതാകുന്നു. അതല്ലാതെ ഇതൊരിക്കലും അള്ളാഹ്ക്ക് മോനോ അല്ലെങ്കിൽ മോശക്കാരനായ ഒരു വ്യഭിചാരത്തിലുണ്ടായ ഒരു പിന്നെ ജാലസന്ധതയോ ഒന്നുമല്ല. ദാലിക ഈസാ ഇബ്നു മറിയം, ഇതാണ് ഈസാ ഇബ്നു മറിയം ഖൗലുൽ ഹഖി, ഇതാണ് ഹക്കായ വചനം. അല്ലദീ ഫീഹി യംതറൂൻ ഏതൊന്നിലാണോ അവർ സംശയിക്കുന്നത് ആ കാര്യത്തിലുള്ള ഹക്കായ വചനം ഇതാകുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലിമത്താകുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിലും അവിടെ നമുക്ക് അർത്ഥം പറയാം. യംതറൂൻ, അവിടെ തംതറൂൻ എന്നും ഖിറാഅത്തുണ്ട്. ഖൗലുൽ ഹഖില്ലദീ ഫീഹി തംതറൂൻ, അപ്പോൾ അർത്ഥം എന്താവും? നിങ്ങൾ സംശയിക്കുന്ന ഏതൊന്നിലാണോ നിങ്ങൾ സംശയിക്കുന്നത് അതിലുള്ള ഹക്കിൻ്റെ കലിമത്ത് ഇതാകുന്നു എന്നാകും. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, മാ കാന ലില്ലാഹ് അല്ലാഹുവിനൊരിക്കലും അനുയോജ്യമല്ല, മാ കാന യോജിച്ചതല്ല, ലില്ലാഹി അല്ലാഹുവിൻ്റെ അവന് പറ്റിയതല്ല. അർത്ഥം അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അള്ളാഹ്ക്ക് യോജിച്ചതല്ല. എന്ത്? അൻ യത്തഖിദ മിൻ വലദിൻ, വല്ല സന്താനങ്ങളെയും സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് പറ്റിയ പണിയല്ല. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, യത്തഖിദ സ്വീകരിക്കുക, പലപ്പോഴായിട്ട് പഠിച്ച വാക്കാണ് ഇത്തഖദ യത്തഖിദ്. മിൻ വലദിൻ ഒരു വലദിനെയും, മിൻ വലദ് യാതൊരു സന്താനത്തെയും. അത് ഈസാ നബി ഇസ്ലാം മാത്രമല്ല, ഇതേ സമയത്ത് യഹൂദികൾ പറയുന്നുണ്ട് ഉസൈർ ഇസ്ലാമിനെ പറ്റി, ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്ത് യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞ ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നാണ്. ഇന്നും വാദിക്കുന്നവരുണ്ട്, എല്ലാവർക്കും വാദമില്ല, പറയുന്നവരുണ്ട്. അതേപോലെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു മലക്കുകൾ അള്ളാഹിൻ്റെ പെൺകുട്ടികളാണ്. അത് മലായിക്കത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നവർ വാദിച്ചിരുന്നു. അള്ളാഹു ജിന്നുകളിൽ നിന്ന് വിവാഹം കഴിച്ചുവെന്നും ആ വിവാഹത്തിലുണ്ടായ മക്കളാണ് മലക്കുകൾ എന്നും മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അന്നത്തെ കാലത്ത് വാദിച്ചിരുന്നു. അത് അള്ളാഹു ചോദിച്ചാൽ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ,
നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും അള്ളാഹ്ക്ക് പെൺകുട്ടികളും അത് ശരിയായിട്ടില്ലല്ലോ പറഞ്ഞു. കാരണം ഓർക്ക് പെൺകുട്ടികളെ പറ്റില്ല, പെൺകുട്ടികളുടെ ജീവനോടെ കുഴിച്ചു മൂടും. അപ്പം നിങ്ങൾക്കൊക്കെ ആൺകുട്ടികൾ, നിങ്ങൾക്ക് പറ്റാത്ത പെൺകുട്ടികളൊക്കെ അള്ളാഹ്ക്ക് വെച്ച് കൊടുക്കും ചെയ്യുക, അതൊരു അനീതിയാണല്ലോ എന്ന് അള്ളാഹു തആല ആക്ഷേപിക്കുന്നുണ്ട്. പറയുന്നവരുണ്ട്. യൂസുഫ് നജ്ജാർ ചെത്തി പറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. യൂസുഫ് നജ്ജാറാണ് മറിയമിനെയും ഈസയും കൊണ്ട് പിന്നീട് ഈജിപ്തിലേക്ക് പോയത് എന്നാണ് പൊതുവെ ചരിത്രത്തിലൊക്കെ പറയുന്നത്. ഇബ്നു കസീറൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് പിന്നീട് അവിടെ ഈജിപ്തിലേക്ക് താമസം മാറി യൂസുഫ് നജ്ജാർ എന്ന് പറയുന്ന ആളാണ് അവരെയും കൊണ്ട് പോയിരുന്നത്. അങ്ങനെ പിന്നീട് വർഷങ്ങൾ ഈജിപ്തിൽ കഴിഞ്ഞുകൂടി പിന്നീടാണ് തിരിച്ചു പോരുന്നത് എന്നൊക്കെ പറഞ്ഞു കാണുന്നു. ഏതായാലും ആ അർത്ഥത്തിൽ യൂസുഫ് നജ്ജാറിനെ ചേർത്തിക്കൊണ്ട് യൂസുഫ് നജ്ജാറിൻ്റെ മകനാണ് എന്ന് ജൂതന്മാരൊക്കെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പം ഏതാണെങ്കിലും ആരും അല്ലാഹു തആലക്ക് സന്താനമുണ്ടാവുക എന്നത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല, അവനാണ് മകനായി ജനിച്ചിട്ടുമില്ല. കാരണം അല്ലാഹു തആല സർവാധിപനാണ്. അതുകൊണ്ട് സർവാധിപനായ ഒരുത്തന് അയ്ബാണ് മക്കളുണ്ടാവുക, ഭാര്യയുണ്ടാവുക, ഉമ്മയുണ്ടാവുക, വാപ്പുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ അധികാരമുള്ളവനും ആ അധികാരം നടപ്പാക്കാൻ പറ്റാത്ത ചില ഏരിയയാണ് അതൊക്കെ. ഇവിടെ എത്ര വലിയ ഉന്നത സ്ഥാനത്തെത്തിയാലും അവരുടെ മക്കളുടെ കാര്യത്തിൽ അവിടെ ചെറിയ വിട്ടുവീഴ്ചകൾ, നീക്കുപോക്കുകൾ ആരും ചെയ്യും. അത് ഇമ്മയും വാപ്പയും പറഞ്ഞാൽ അതിനപ്പുറത്ത് എത്ര വലിയ ആളായിട്ടുകാരല്ല, അവിടെ നിയമങ്ങളൊന്നുമല്ല. അത് ഉമ്മ പറഞ്ഞു, അത് വാപ്പ പറഞ്ഞു, പിന്നെ അവിടെ മറ്റുള്ള അയാളുടെ നിലയും വലിയ സ്ഥാനന്മാരൊന്നും അവിടെ ബാധകമല്ല. അതുപോലെ മുമ്പൊക്കെ വരുമ്പോൾ ഇയാളെന്തായാലും ചെറുതാവും. ഇയാൾ എത്ര വലിയ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്തുള്ള ആണെങ്കിലും ശരി, അവനെ ഉമ്മാനെ മുമ്പ് വാപ്പാൻ്റെ മുമ്പ് എത്തുമ്പോൾ അവിടെ നമ്മൾ ഉമ്മാനെ വിട്ടിനാണ്. അപ്പം അള്ളാഹ്ക്ക് ഒരു വാപ്പുണ്ടായി, അള്ളാഹ്ക്ക് മകനുണ്ടായി, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഭാര്യയുണ്ടായി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സർവാധിപനാണ്, റബ്ബുൽ ആലമീനാണ് എന്നതിന് വിഘാതമായി നിൽക്കും. അപ്പം ആലമീങ്ങൾ മുഴുവൻ്റെയും റബ്ബ് അല്ലാന്ന് വരും. അള്ളാഹ്ക്കൊരു ഒരു വാപ്പുണ്ടായി എന്ന് പറയുമ്പോൾ ആ വാപ്പാനെ റബ്ബ് അല്ലയാണോ? അല്ല. അപ്പം റബ്ബുൽ ആലമീൻ എന്ന വിശേഷത്തിന് അള്ളാഹു അനുയോജ്യനല്ലാതെ മാറും. അതുകൊണ്ടാണ് മാക്കാനില്ല, അള്ളാഹ്ക്ക് യോജിച്ചതല്ല സന്താനം ഉണ്ടാവുക. സന്താനം സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ സന്താനം ഉണ്ടാവുക എന്ന് തന്നെ അള്ളാഹ്ക്ക് പറ്റിയതല്ല. അള്ളാഹു ആണോ സന്താനം ഉണ്ടാകാൻ പറ്റൂല. സന്താനം ഉണ്ടായോ പിന്നെ അവൻ അള്ളാഹു അല്ല. അതാണ് ലം യലിദ് വലം യൂലദ്. അവൻ ഒരാളുടെയും മകനായി ജനിച്ചിട്ടില്ല, ഒരാൾക്കും അവൻ പിതാവായിക്കൊണ്ട് ജന്മം നൽകിയിട്ടുമില്ല എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അതാണ് ഇവിടെ ഇമാക്കാനില്ല, അള്ളാഹുവിന് ഒരിക്കലും യോജിച്ചതല്ല. അയ്യത്തഖിദ മിൻ വലദിൻ, മിൻ വലദിൻ യാതൊരു സന്താനത്തെയും, മിൻ വലദിൻ ഒരു മക്കളെയും ഒരു സന്താനത്തെയും സ്വീകരിക്കുക എന്നത് അല്ലാഹു തആലക്ക് യോജിച്ചതേ അല്ല. മാക്കാനില്ലാഹി അയ്യത്തഖിദ മിൻ വലദിൻ, ഒരു സന്താനത്തെയും സ്വീകരിക്കൽ അല്ലാഹു തആലക്ക് യോജിച്ചതേ അല്ല. സുബ്ഹാന, അവിടെ എത്ര പരിശുദ്ധനാണ്. അങ്ങനത്തെ ഒരു വാദം തന്നെ അള്ളാഹിനെ പറ്റി പറയാൻ കഴിയാം. അതാണ് സുബ്ഹാന, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തലാണത്. അള്ളാഹുവിനൊരു അഴിബുണ്ട്, ഒരു പോരായ്മയുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, അതിനൊക്കെ എത്രയോ അപ്പുറത്താകുന്നു അല്ലാഹു തആല. അതാണ് സുബ്ഹാന എന്ന് പറഞ്ഞത്. അള്ളാഹു എത്ര പരിശുദ്ധൻ. ഒരു മകനുണ്ടാകുമ്പോൾ അത് പരിശുദ്ധിയല്ല. അൽ വസ്ലു ഔല, അൽ വസ്ലു ഔല, ചേർത്തി ഓതലാണ് നല്ലത്. നിർത്താം, കുഴപ്പമൊന്നുമില്ല. മിൻ വലദ് എന്ന് പറഞ്ഞ് നിർത്താം. എന്നാൽ നല്ലത് ചേർത്തി ഓതലാണ്. മിൻ വലദിൻ സുബ്ഹാന. അതെ, രണ്ട് അക്ഷരം ഇത് കാണും. ഒന്ന് സില, മറ്റൊന്ന് ഖില. ഇങ്ങനെ കാണും, അതേപോലെ ഖില എന്ന് കാണും. സില എന്ന് പറഞ്ഞാൽ അൽ വസ്ലു ഔല, സ്വാദ് വസ്ല്, ലാ ഔല. അൽ വസ്ലു ഔല, ചേർത്തി ഓതലാണ് നല്ലത്. ഖില അൽ വഖഫു ഔല, വഖഫ് നിർത്തൽ, നിർത്തലാണ് നല്ലത്. അപ്പൊ ഖില എന്നിടത്ത് നിർത്തലാണ് നല്ലത്. നിർത്താതെ പോയാലും പ്രശ്നമൊന്നുമില്ല. ആണ്ട് അത് പറഞ്ഞു, മീമ് ലാസിമാണ്, നിർബന്ധമായി നിർത്തണം. അർത്ഥം മാറില്ലെങ്കിൽ, അവിടെ നിർത്തിയില്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. മുമ്പത്തുമായി അല്ല അല്ല മീമ് ഇത് കാപ്പന മീമ് ഒക്കെ വരാണ്ട്. അതെ, സാധാരണ വരുന്ന മീമാണ് അവിടെ ഇതിന് വരിക. അവിടെ നിർത്താതെ പോയി കഴിഞ്ഞാൽ അർത്ഥം മാറും. അപ്പം ഇന്നമാ യസ്തജീബുല്ലാഹു വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്, ഇന്നമാ യസ്തജീബുല്ലാഹ്, തീർച്ചയായും അള്ളാഹു മാത്രമാണ് ഉത്തരം ചെയ്യുന്നവൻ. വൽ മൗതാ, മരിച്ചവർ, യബ്അസുഹുമുല്ലാഹ്, അല്ലാഹ് അവരെ ജീവിപ്പിക്കും. ഇന്നമാ യസ്തജീബുല്ലാഹ്, അവിടെ നിർത്തൽ നിർബന്ധമാണ്. അവിടെ നിർത്തിയില്ലെങ്കിലോ ഇന്നമാ യസ്തജീബുല്ലാഹു വൽ മൗതാ,
അള്ളാഹു മരിച്ചവരുമാണ് ഉത്തരം ചെയ്യുക എന്നായി മാറും. അപ്പോൾ അള്ളാഹ് ഉത്തരം ചെയ്യും, മരിച്ചവരും ഉത്തരം ചെയ്യുമെന്നായി. അപ്പോൾ അവിടെ മീമാണ് നിർബന്ധമായി നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ നിർത്താതെ പോയി കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നിർബന്ധമായും നിർത്തണം എന്ന് വരിക. ഇവിടെ സിര എന്ന് കണ്ടാൽ നിർത്താതെ പോകലാണ് നല്ലത്, ചേർത്തി പോകലാണ് നല്ലത്. എന്നാൽ നിർത്തിയാലോ പ്രശ്നമൊന്നുമില്ല. വഖഫ് ആവില്ല എന്ന് പറയുമ്പോൾ നിർത്തലാണ് നല്ലത്, എന്നാൽ നിർത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ഉദ്ദേശിച്ച അർത്ഥം പൂർണ്ണമായി കിട്ടാൻ നല്ലത് ഇവിടെ വസ്ലാണ്. മിൻ വലദിൻ എന്ന് പറഞ്ഞ് ഒരു ആശ്വാസം പോലും ഇല്ലാതെ സുബ്ഹാന എന്നവിടെ പറഞ്ഞു. അള്ളാഹ് ഒരു മക്കൾ സ്വീകരിക്കുക എന്നത് അനുയോജ്യമല്ല. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധൻ. അങ്ങനത്തെ ഒരു പോരായ്മ അള്ളാഹിനെ പറ്റി പറയാൻ പോലും പാടില്ല. അപ്പം അത് അഴിബാണ്. ഒരാൾക്ക് അയാളെ മേലെ അല്ലെങ്കിൽ അയാളെ അധികാരം നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും നമുക്കൊന്നും ഉണ്ടാവുക എന്നത് അതൊരു കുറവാണ്. അള്ളാഹു തആലക്ക് അത്തരം കുറവുകൾ ഉണ്ടാവുകയില്ല. കാരണം ബാക്കിയെല്ലാം റബ്ബിൻ്റെ പടപ്പാണ്. അള്ളാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എത്രയോ ആലമുകൾ ഉണ്ടായേക്കാം. ഓരോ കാലം മുന്നോട്ട് പോകുമ്പോഴും പുതിയ 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 വികാസത്തെപ്പറ്റി മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അതിനപ്പുറത്ത് വിശാലമായ എമ്പാടും ലോകങ്ങളുണ്ട്. അതിനെല്ലാം റബ്ബാണ് അള്ളാഹ്. ആ അള്ളാഹ്ക്ക് ഒരു മകനുണ്ടെന്ന് പറഞ്ഞാൽ അത് റബ്ബുൽ ആലമീൻ എന്ന ആ ഒരു പദവിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് മക്കളില്ല, അള്ളാഹ്ക്ക് ഭാര്യമാരില്ല, മാതാപിതാക്കളില്ല, ഉണ്ടാകാൻ പറ്റുകയുമില്ല. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. ഇങ്ങനത്തെ വരുമ്പോൾ അള്ളാഹ് എപ്പോഴും അത് പറയും സുബ്ഹാന, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അള്ളാഹിൻ്റെ പങ്കുകാരെ പറയുമ്പോൾ പറയും സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിനൊക്കെ അള്ളാഹു തആല എത്ര പരിശുദ്ധനാണ്. കാരണം ഇങ്ങനെയുള്ള അള്ളാഹിനെ പറ്റി വേറൊരാളെ പറ്റി അള്ളാഹിനെ പോലെ കാണും, അള്ളാഹിനെ പോലെ കേൾക്കുന്നു പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ്. CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ ഗൗരവമുള്ള വാക്കാണത്. ഈ ആലമീങ്ങളെ മുഴുവൻ റബ്ബായ അള്ളാഹു തആല ആ സ്ഥാനത്ത് ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഒരു മനുഷ്യൻ തന്നെ എന്താ ഒന്നുമില്ലല്ലോ. ഈ അറ്റമില്ലാത്ത കോടാനുകോടി പ്രപഞ്ചത്തിൻ്റെ അതിൽ ഒരു പടപ്പ് മാത്രം മനുഷ്യൻ. ആ മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമാണ് ആരാണെങ്കിലും അയാളാണ് ഈ ആലമിനെ മൊത്തം നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ അപ്പം അള്ളാഹ് അത്രയേ ഉള്ളൂ എന്നല്ല ഇതിനർത്ഥം. അത് വലിയ ഗൗരവമുള്ള വാക്കാണ്. അപ്പം അതൊക്കെ പറയുമ്പോൾ അള്ളാഹ് പറയും സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവരാ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു തആല എത്രയോ പരിശുദ്ധനാകുന്നു. അപ്പം അള്ളാഹ്ക്ക് പങ്കുകാരൻ്റെ അടുത്തം പറഞ്ഞാൽ അത് ഓൻ്റെ ഒരു ജഹാലത്ത് എന്നല്ലാതെ അള്ളാഹിനെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും അത് പറയുകയില്ല. അതെ, ആ പ്രസക്തി അക്കര അത് കഴിഞ്ഞു. സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ പിന്നെ അള്ളാഹ് ഇല്ല. സൃഷ്ടിക്കപ്പെട്ടവനാണ് അള്ളാഹ് എങ്കിൽ പിന്നെ അള്ളാഹുവില്ലല്ലോ. അപ്പം അള്ളാഹ് അല്ലാത്ത ബാക്കി എല്ലാമാണ് ആലം, മാസിബല്ലാ, അതാണ് ആലം. അപ്പം അതിൻ്റെ മുഴുവൻ റബ്ബ്. അപ്പം അള്ളാഹ്ക്ക് ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവ് ഈ ആലമിൽ പെടുമോ? ഇല്ല. ഈ മകൻ ആ ആലമിൽ പെടുമോ? ഇല്ല. അപ്പം മാക്കാണില്ല, അള്ളാഹ്ക്ക് അത് പറ്റിയതേ അല്ല, അത് യോജിച്ചതേ അല്ല. പിന്നെ ഉണ്ടാവല് ഉണ്ടോ ഇല്ലേ ചർച്ചക്ക് പ്രസക്തില്ല. അങ്ങനെ ഉണ്ടാവുക എന്ന് തന്നെ അള്ളാഹ്ക്ക് പറ്റിയതല്ല. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിൻ്റെ കാര്യം ഇതാണ്. ഇദാ ഖളാ അംറൻ, ഇദാ ഖളാ അവൻ തീരുമാനിച്ചാൽ, ഖളാ തീരുമാനിച്ചു, ഇദാ ഖളാ അവൻ തീരുമാനിച്ചാൽ, അംറൻ വല്ല കാര്യവും അള്ളാഹു തആല തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു തീർച്ചയായും അതുകൊണ്ട് പറയുക മാത്രമാണ്, കുൻ കുൻ എന്ന് പറയുക മാത്രമാണ്, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അതാണ് അള്ളാഹുവിൻ്റെ കാര്യം. അള്ളാഹ് എന്ത് കാര്യം ഉദ്ദേശിച്ചുവോ അള്ളാഹു അതിനോട് അത് ഉണ്ടാവട്ടെ, നീ ഉണ്ടാവ് എന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി, ഫയകൂൻ അത് ഉണ്ടാകും. ആ അള്ളാഹ്ക്ക് എങ്ങനെ മക്കളുണ്ടാകുക, ആ അള്ളാഹ്ക്ക് എങ്ങനെ പങ്കുകാരുണ്ടാവുക? അതൊരിക്കലും ഉണ്ടാകാവതല്ല. ഇദാ ഖളാ അംറൻ, ഖളാ വിധിച്ചു, തീരുമാനിച്ചു, ഖളാ വിധിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു. ഖാലി ഇന്നലെ വാക്കാണ് ഖാലി, ഖളാ യഖ്ലി വിധി പറയുക, ഖാലി വിധിക്കുന്നവൻ. ഇദാ ഖളാ അവൻ വിധിച്ചാൽ, അംറൻ വല്ല കാര്യവും അവൻ വിധിച്ചാൽ തീരുമാനിച്ചാൽ, ഫഇന്നമാ നിശ്ചയമായും
യഖൂലു ലഹു, അതിനോട് പറയുക എന്നത് മാത്രമാണ്. എന്ത് പറയുക? കുൻ, കുൻ എന്നല്ല പറയും. അത് ഉദ്ദേശിച്ച അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശിച്ച കാര്യം ഉണ്ടാവട്ടെ എന്നല്ല പറയൽ മാത്രമാണ്. കുൻ, നീ ഉണ്ടാവ് എന്ന് പറഞ്ഞാൽ ഫയക്കൂനു, അപ്പോൾ അത് ഉണ്ടാകുന്നു. അപ്പോൾ അത് അസ്തിത്വമായി ഉണ്ടായവരാണ്. അസ്തിത്വത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു അസ്തിത്വമായി അത് വരിക അള്ളാഹുവിന്റെ കുൻ എന്ന ഈ വാക്കോട് കൂടിയാണ്. എന്നുവെച്ചാൽ അള്ളാഹിന്റെ തീരുമാനത്തിന് മുമ്പേ ഉണ്ടാവും. അവന്റെ ഖലാഇൽ, അവന്റെ തീരുമാനത്തിന് നേരത്തെയുണ്ട്. അതിന് വുജൂദിയത്തുണ്ടായിക്കൊണ്ട് അതിന് അസ്തിത്വമുണ്ടായി അത് ഈ പ്രപഞ്ചത്തിലേക്ക് ഉണ്ടായി വരിക കുൻ എന്ന ഈ വാക്കോട് കൂടിയാണ്. അതേപ്പോൾ ഇല്ലാതാകാനും അത്ര ആവശ്യമുള്ളൂ. ഉണ്ടായി വന്നതൊക്കെ ഇല്ലാതാവാന്നുള്ളത് ന്യായമാണ്. മുമ്പില്ലാതെ പിന്നെ ഉണ്ടായ ഒന്ന് അത് നശിച്ചു പോകലും സ്വാഭാവികമാണ്. ലോകം നശിക്കുമെന്നതിന് ഈ ഫൽസഫക്കാർക്ക് ഒരു തത്വം അതാണ്. ലോകം മുമ്പില്ല, പിന്നുണ്ടായി. പിന്നെ ഉണ്ടായി വന്നതൊക്കെ ഇല്ലാതാവൽ അസംഭവ്യമല്ല. അതുകൊണ്ട് ലോകം നശിക്കുമെന്ന് ബുദ്ധിപരമായി അവർ തെളിയിക്കുന്നു അതിലൂടെ. ഏതായാലും അല്ലാഹു തആല കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അത് ഉണ്ടാകും. അതാണ് നമ്മൾ മാലപ്പാട്ട് പറഞ്ഞത്, വല്ലൊരു വസ്തുവിനെ കുൻ എന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകുമെന്ന് പറഞ്ഞോവർ. വല്ല വസ്തുവിനോടും ഷെയ്ഖ് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉടനെ ഉണ്ടായിത്തീരും എന്ന് റിഫാഴി മാലി കാണാം, മുഹിദ്ദീൻ മാലി കാണാം. എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകുമതെന്നോവർ. എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ, എൻ്റെ ഏകല് ഉടയവൻ്റെ ഏകൽ തന്നെയാണ്. ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകുമതെന്നോവർ. ആക് എന്ന് ഞാൻ പറഞ്ഞാൽ മതി, അപ്പം അത് ആയിത്തീരും. ഉഴ്ത്തിയ ഫുലാലുൻ കലിമത്ത കുൻ എന്നാണ് സൂഫികളെ വാക്ക്. ഇന്ന ഷെയ്ഖിന് കുൻ എന്ന കലിമത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർന്നു പോയിട്ട് അവസാനം അല്ലാഹ് കൊടുക്കുന്ന വരമാണ് ഈ എനിക്ക് കുൻ പറഞ്ഞാലും ഉണ്ടായിക്കോളും എന്ന് അള്ളാഹു തആല ആ ഒരു നിലവാരം അയാൾക്ക് കൊടുക്കുന്ന. ഉഴ്ത്തിയ ഫുലാലുൻ കലിമത്ത കുൻ, കുൻ എന്ന കലിമത്ത് അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ദർജയ്ക്ക് എത്തിയാൽ പിന്നെ അയാൾ കുൻ എന്ന് പറഞ്ഞാലും അതുണ്ടാകും. പിന്നെ ന്യായം പറഞ്ഞത് അത് അല്ല പറയാൻ പറഞ്ഞെങ്കിലേ ഇയാൾ പറയുള്ളൂ എന്നാണ്. അല്ല പറയാൻ പറയുമ്പോഴേ ഇയാൾ അല്ലാതെ പറയില്ല. അതാണ് പിന്നെ ചൊല്ലിയില്ല ഒന്നുമേ എന്നോട് ചൊല്ലാതെ, എന്നോട് പറയാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അല്ല എന്താണോ പറയണത് അതേ ഷെയ്ഖ് പറയുള്ളൂ. അതാണ് എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ, എൻ്റെ ഏകൽ ഉടയവൻ്റെ ഏകൽ തന്നെയാണ്. അപ്പം അല്ല കൽപ്പിച്ചാലും ഞാൻ കൽപ്പിച്ചാലും ഒക്കെ കൽപ്പനാത്ത അള്ളാൻ്റെതാണ്. അതുകൊണ്ട് ആകുന്ന അല്ല പറഞ്ഞാലും ഉണ്ടാകും, ഷെയ്ഖ് പറഞ്ഞാലും ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ഏതായാലും അല്ലാഹു തആലയുടെ സവിശേഷത അത് എടുത്തു പറഞ്ഞാണ്, ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അതിൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകുന്നു, ആയിത്തീരുന്നു. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു. വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, റബ്ബി, അവനാകുന്നു എൻ്റെ റബ്ബ്, വറബ്ബുക്കും, നിങ്ങളുടെ റബ്ബും അവൻ തന്നെയാകുന്നു. ഫഅബ്ദൂഹു, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുവീൻ. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, ഇത് ഈസാ നബിയുടെ വാക്കായിട്ടും ഒരു പറയപ്പെടുന്നുണ്ട്. അതല്ല, പൊതുവായി അല്ലാഹു തആല നബിക്ക് അവതരിപ്പിച്ചതാണ്. ഈസാ നബി മേലെ പറഞ്ഞല്ലോ, ഈസാ അബ്ദുല്ലാഹി താലി കിതാബു നബി എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ ഈസാ നബി ഇസ്ലാം പറഞ്ഞ വാക്കാണ്. ഇതല്ലെങ്കിൽ പൊതുവായി നബിയോട് അല്ലാഹു തആല പറയുകയാണ്, വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അല്ലാഹു തആലയാകുന്നു റബ്ബി, എൻ്റെ റബ്ബ്, വറബ്ബുക്കും, നിങ്ങളുടെയും റബ്ബ്. അതിനാൽ ഫഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കുവീൻ. അതെ, ഒന്നുകിൽ ഈസാ നബിയുടെ വാക്ക്, ഈസാ നബി ഇസ്ലാം പറഞ്ഞ ഇതാണ്. അല്ല, ഈസാ നബി ഒരിക്കലും അള്ളാഹിന്റെ മോനെ പറഞ്ഞിട്ടില്ല. ഈസാ നബി പറഞ്ഞ ആശയം ഇതാകുന്നു, ഇതാണ് ഈസാ നബിയുടെ ആശയം. അപ്പോൾ ഈസാ നബി ആരാന്ന് പറഞ്ഞു, ഈസാ നബിയെ പറ്റി ആക്ഷേപങ്ങൾ പറഞ്ഞു, അള്ളാഹിനെ പറ്റി അത് പറഞ്ഞ് മോശമാണെന്ന് പറഞ്ഞു. ഇതിന് ഈസാ നബി ഇസ്ലാം പഠിപ്പിച്ച തത്വം എന്താണ്? വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു. ഇതാണ് ഈസാ നബി ഇസ്ലാം പഠിപ്പിച്ചത്. അല്ല ഞാൻ ദൈവപുത്രനാണെന്നോ എന്നെ ആരാധിക്കണമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് തുടക്കത്തിലും അതാണ്, ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഫഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കുവീൻ എന്നും പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുവാനാണ് ഈസാ നബി ഇസ്ലാമയാണെങ്കിലും മറ്റു നബിമാരാണെങ്കിലും എല്ലാവരും ആവശ്യപ്പെട്ടത് റബ്ബിനെ ആരാധിക്കാനാണ്. അള്ളാഹു അല്ലാത്ത ആരാധിക്കുക എന്നത് അവരാരും പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് വാദിച്ച ആ മകനെ ആരാധിക്കുന്നത് അതിന് മാത്രം വലിയ അപരാധമാണ്. മകനില്ല, മകൻ ഉണ്ടാകാൻ പറ്റൂല, ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടാൻ യോഗ്യരായ അള്ളാഹു അല്ലാതെ
മറ്റാരുമില്ല. വ ഇന്നല്ലാഹ റബ്ബി, തീർച്ചയായും അല്ലാഹു തആലയാകുന്നു റബ്ബി, എൻ്റെ റബ്ബ്. വ റബ്ബുക്കും, നിങ്ങളുടെയും റബ്ബ് അവൻ തന്നെയാണ്. ഫഅ്ബുദൂഹു, അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുവിൻ. ഉഅ്ബുദൂഹു, ഉഅ്ബുദൂഹു, അബദ യഅ്ബുദു, ഉഅ്ബുദ്, ഉഅ്ബുദൂഹു. ശരിക്കും ഊ എന്നാണ് ഓതുമ്പോൾ ആ ഹംസ സൈലന്റായി പോവാണ്. ഫഅ്ബുദൂഹു, ഫഅ്ബുദൂഹു, ആ ഫ ഇല്ലെങ്കിൽ ഉഅ്ബുദൂഹു എന്നാണ് വായിക്കുക. അബദ യഅ്ബുദു എന്ന വാക്കിന് ഉഅ്ബുദ് എന്ന ആയത്തിൽ ലമ്മാണ് വരിക. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കുക. ചില ആൾക്ക് അവിടെ യാ അയ്യുഹന്നാസ് യഅ്ബുദൂ റബ്ബക്കും എന്ന് പറയും. അല്ല, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ്. ഉഅ്ബുദൂ അവസാനത്തിന് മുമ്പ് ലമ്മാണെങ്കിൽ ഹംസക്ക് ലമ്പ് പലപ്പോഴും പഠിപ്പിച്ചാണ്. പല പ്രാവശ്യം പോടുമ്പോൾ ഇനി പഠിപ്പിച്ച ആ കാര്യം അമ്രഫിൽ വരുമ്പോ അബദ യഅ്ബുദു, അബദ യഅ്ബുദു. ഈ മുദാരിയിൽ നിന്നാണ് അമ്രുണ്ടാക്കുക. മാദി അബദ, അതിന്റെ മുദാരി വർത്തമാനകാലക്രിയ യഅ്ബുദു. ഇതിൽ നിന്ന് ഏതിന്റെയും മുദാരിയിൽ നിന്നാണ് അമ്രുണ്ടാക്കുക. അമ്രുണ്ടാക്കാൻ ചെയ്യേണ്ടത് ആദ്യം ഈ അക്ഷരം കളയുക. ഒന്നാമത്തെ അക്ഷരം, ആ അക്ഷരത്തിന്റെ പേരാണ് ഹർഫുൽ മുദാറഅത്തി, മുദാറഅത്തിന്റെ അക്ഷരം. മുദാരി ആക്കാൻ വേണ്ടി കൊടുത്ത അക്ഷരം, 4 അക്ഷരം കൊടുക്കുക. യാ താ ഹംസ നൂന്, യാ താ ഹംസ നൂന്, ഈ 4 അക്ഷരമാണ് ആദ്യത്തിൽ വരിക, അല്ലാത്ത വരില്ല. യഅ്ബുദു, തഅ്ബുദു, അഅ്ബുദു, നഅ്ബുദു, ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ യാ താ ഹംസ നൂന് ഇതേ വരുള്ളൂ. ആ 4ഉം മുദാരിന്റെ അക്ഷരമാണ്. അപ്പൊ അമ്രാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം മുദാരിന്റെ അക്ഷരം കളയുക. കാരണം മുദാരിയാണ് എന്നൊരു അടയാളമാണ് ആ അക്ഷരം. അപ്പൊ അത് കളഞ്ഞാൽ പിന്നെ മുദാറഅത്ത് നഷ്ടപ്പെട്ടു പോയി, മുദാരിയാണ് എന്നത് നഷ്ടപ്പെട്ടു പോയി. ഇനി വേണ്ടത് ഇത് കളഞ്ഞിട്ട് പിന്നുള്ള അക്ഷരം ഏതാ നോക്കുക. യാ കളഞ്ഞാൽ അടുത്തത്, ഇവിടെ അടുത്ത ഏതാ? ഐന്. അതിന് സുക്കൂനാണെങ്കിൽ ഇവിടെ ഹംസ കൊടുക്കണം. ഇതിന് സുക്കൂനാണെങ്കിൽ ഇവിടെ ഹംസ, കാരണം സുക്കൂനുമ്പോ ഒരു വാക്ക് ഉച്ചരിച്ച് തുടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ സുക്കൂനാണെങ്കിൽ ഇവിടെ ഹംസ, സുക്കൂൻ അല്ലെങ്കിലോ ഹംസ വേണ്ട. ഖാല മുദാരി, ഖാല യഖൂലു, ഇവിടെ നമ്മളാക്കുമ്പോഴോ യാ കളഞ്ഞു. പിന്നെ ഖാഫ്, ഖാഫിന് സുക്കൂനില്ല, അപ്പോൾ ഹംസ വേണ്ട. ഇവിടെ യാ കളഞ്ഞപ്പോ അതിന് സുക്കൂനാണ്, അപ്പോൾ ഹംസ കൊടുക്കണം. ഇനി ഈ ഹംസക്ക് ഫതഹ് വേണോ, കസ്ർ വേണോ, ലമ്മ് വേണോ? അത് നോക്കില്ല. അവസാനത്തിന് മുമ്പുള്ളതാണ്. അവസാനത്തെ അക്ഷരം ദാല്, അതിന് മുമ്പുള്ള അക്ഷരം ബാ. ഇതിന് ലൊമ്മാണെങ്കിൽ ഇവിടെ ലൊമ്മ വരും. ഇവിടെ ഫതഹോ കസ്റോ ആണെങ്കിൽ അവിടെ കസ്ർ വരും. അവസാനത്തിന് മുമ്പുള്ള ലൊമ്മാണെങ്കിൽ ഹംസക്ക് ലൊമ്മ. അപ്പൊ ഇവിടെ ലൊമ്മാണ്, അപ്പൊ ഇവിടെ ലൊമ്മ. എന്നാൽ ജലസ യജ്ലിസു, ജലസ യജ്ലിസു യാ കളഞ്ഞു. യാ കളഞ്ഞാൽ പിന്നുള്ളത് ജീമ്. അപ്പൊ ജീമില് സുക്കൂനാണ്, അപ്പൊ ഹംസ വേണം. അപ്പൊ ഇവിടെ കസ്റാണ്, അവസാനം മുമ്പിൽ കസ്റ്, അപ്പൊ ഹംസക്ക് കസ്റ്. പിന്നെ അവസാനം സുക്കൂൻ ചെയ്യണം. അത് എല്ലാത്തിനും വേണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പില് ഫതഹു കസ്റോ ആണെങ്കിൽ ഇവിടെ കസ്റ്, ലൊമ്മാണെങ്കിൽ അവിടെ 3 അക്ഷരമുള്ള കിട്ടാം. ജലസ, ഫഅല, ഇങ്ങനെ 3 അക്ഷരമുള്ളതിന് മാത്രം, അല്ലാത്തൊന്നും നിയമം ബാധകല്ല. ബാക്കി 4, 5, 6 ഒക്കെ ഉള്ളതിന് അതിന് പെർമനന്റ് രൂപമാണ്. 3 അക്ഷരമുള്ളതിനാണ് ഈ പ്രശ്നം വരിക. 4 അക്ഷരം അഫ്അല, അക്രമ, അത് ഒറ്റ രൂപേ വരുള്ളൂ, അക്രീം. അവിടെ മറ്റൊന്നും നോക്കാൻ ആവശ്യമില്ല. അഫ്അല, അഫ്ഇൽ എന്നാണ് വരിക. എന്നാൽ 3 അക്ഷരമുള്ളതിൽ അംറ ഫീൽ വ്യത്യസ്ത രൂപത്തിൽ വരാം. അപ്പൊ അത് വരുമ്പോഴുള്ള രൂപമാണിത്. അപ്പൊ ഇവിടെ സുക്കൂൻ ചെയ്തു, അപ്പൊ ഇവിടെ സുക്കൂൻ ചെയ്തു, അപ്പൊ ഇജ്ലിസ്. ഇവിടെയുമാണ് സുക്കൂൻ ചെയ്യാം. അപ്പൊ എന്തായി? ഖൂൽ എന്നായി. ഖൂൽ എന്നാകുമ്പോ വേറെ പ്രശ്നം വന്നു. 2 സുക്കൂനൊപ്പം വന്നു. ലാമിനും സുക്കൂന്, വാവിനും സുക്കൂന്. അപ്പൊ 2 സുക്കൂൻ ഒന്നിച്ചു വരാൻ പാടില്ല അറബി ഭാഷയിൽ. ഇൽതിഖാഉ സാക്കിനൈൻ, 2 സുക്കൂനുകൾ ഒന്നിച്ചു വരിക എന്നുള്ളത് പറ്റുക, അത് ഉച്ചരിക്കാൻ പ്രയാസമാണ്. അങ്ങനെ വന്നാൽ 2-ൽ 1 കളയണം എന്നാണ്. 2-ൽ 1 കളയണം. അപ്പൊ ലാമിനെ കളയണോ വാവിനെ കളയണോ? നല്ലത് ഏതാണ്? വാവിനെ കളയുന്നത്. എന്തുകൊണ്ട്? വാവ് രോഗിയാണ്, വാവ് ആരോഗ്യമില്ലാത്താണ്. അപ്പൊ ആരോഗ്യമുള്ള ലാമടക്കട്ടെ, തൽക്കാലം നിജമിയാത്ത പോകുമ്പോൾ റെസ്റ്റ് എടുത്തോട്ടെ. അപ്പൊ ആ ലാമുടെ അതാണ് കുൽ. കാല യഖൂലു കുൽ.
ശരിക്കും ഉണ്ടാവേണ്ടത് കൂൽ എന്നാണ്. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വാവ് കളഞ്ഞു. ഇനി ഈ സുക്കൂൻ കൊണ്ട് പോയാലോ? ഈ സുക്കൂൻ പോയാൽ ആ വാവ് തിരിച്ചു വരും. വാവ് വേണ്ട നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കളഞ്ഞതാണ്. വാവ് കളയാൻ കാരണം നമുക്ക് രണ്ട് സുക്കൂൻ ഒപ്പം പറയാൻ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒരു വാവിനെ കളഞ്ഞു. ഈ ബുദ്ധിമുട്ട് എപ്പോ തീർന്നോ അപ്പൊ വാവ് തിരിച്ചപ്പോ ഇവിടെ ഇതുമായിട്ട് ദ്വിവചനമായിരിക്കാം. അപ്പൊ എന്താ വരാ? അപ്പൊ ലാമിന് ഫത്തഹായി. അപ്പൊ ആ പ്രശ്നം തീർന്നു. അപ്പൊ വാവന് വീണ്ടും രംഗത്ത് വരാം. കുൽ കൂല കൂലു കൂലി കൂല കുൽന. അപ്പൊ അവിടെ വീണ്ടും വാവ് പോയി കുൽന. കാരണം ലാമിന് സുക്കൂൻ വന്നു. അപ്പൊ രണ്ട് സുക്കൂനായി. അപ്പൊ വാവ് കളയപ്പെട്ടു പോയി. അതാണ് ഇതിന് ഒരു ശൈലി. അതേപോലെ വരും ബാ ബാ യബീഉ ബാ യബീഉ. ഇതിന് മറ്റൊരു രൂപമാണ്. അമ്രാക്കുമ്പോൾ യാ കളഞ്ഞു. യാ കളഞ്ഞാൽ പിന്നെ ബാഹിന് കിസ്റ്. അപ്പൊ ഹംസ വേണോ? വേണ്ട, ഹംസ വേണ്ട. അപ്പൊ ഇനി എന്ത് മതി? അവസാനം സുക്കൂൻ ചെയ്യാം. അപ്പൊ എന്ത് വന്നു? യാവിന് സുക്കൂന്, ഐന് സുക്കൂന്. അപ്പൊ യാവിനെ കളയും. നാമ യനാമു നം നാമ യനാമു യനാമു. അപ്പൊ യാവ് പോയി. അപ്പൊ നാമു അവസാനം സുക്കൂൻ ചെയ്ത് നാം എന്ന് വരാം. അപ്പൊ ഹംസ പോവും, അലിഫ പോവും, നം എന്നായി മാറും. ഇതാണ് ഒരു അമ്രുണ്ടാക്കുന്ന രീതി. 3 അക്ഷരമുള്ള ഫെയിലിൽ നിന്ന് മാത്രം. അതെപ്പോഴും മനസ്സിൽ വേണം. അസ്ലിൽ മാലിയിൽ 3 അക്ഷരമുള്ള ഫെയിലിൽ നിന്ന് അമ്ര എടുക്കാനുള്ള പണി മാത്രമാണിത്. 4 അക്ഷരമുള്ളുണ്ടാകും, 5 ഉണ്ടാകും, 6 ഉണ്ടാകും. അതിനൊന്നും ബാധകമല്ല. ഒരു ഫെയിൽ മിനിമം 3 അക്ഷരം ഉണ്ടാകും, മാക്സിമം 6 അക്ഷരം ഉണ്ടാകും. അതിനകത്തുണ്ടാവില്ല 2 അക്ഷരമുള്ള ഫെയിൽ ഉണ്ടാവില്ല, 7 അക്ഷരമുള്ള ഫെയിൽ ഉണ്ടാവില്ല. അഫ്അല യുഫ്ഇലു അഫ്അല യുഫ്ഇലു. അതേപോലെ ഫഅല യുഫഇലു. അവിടെ 5 അക്ഷരം വന്നു. അത് വരാം. അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അതൊക്കെ പിന്നെ ഒറ്റ രൂപമാണ്, ഒരു അച്ചാണ്. ആ അച്ചിലൂടെ മാത്രമേ വരുള്ളൂ. അഫ്അല എന്ന് വന്നാൽ യുഫ്ഇലു, ഫഅല എന്ന് വന്നാൽ യുഫഇലു. ഒരു മാറ്റില്ല. അത് എപ്പോഴും അങ്ങനെ. ഫഅല യുഫഇലു, ഖബ്ബല യുഖബ്ബിലു, ദബ്ബറ യുദബ്ബിറു, ഖദ്ദമ യുഖദ്ദിമു, അഖറ യുഅഖിറു. എല്ലാ വാക്കും അങ്ങനെ വരുള്ളൂ. അതിന് പാടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഫഅൽ അങ്ങനെയല്ല. ഫഅൽ വരുമ്പോൾ യഫ്അലു വരാം, യഫ്ഇലു വരാം, യഫ്ഉലു വരാം. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഒറ്റ ഇതിൽ മുതാരിക്ക് 3 രൂപത്തിലേക്ക് മാറ്റം വരും. മറ്റോടത്ത് അതില്ല. ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ കുൻ, അതിനെന്തേക്കുണ്ടാവാ? കുൻ. അതിന് മാലി എന്താ? മാലി കാന, മുതാരി യകൂനു, കാന യകൂനു. പിന്നെ എങ്ങനെ അമ്രുണ്ടാക്കി? യക്കൂനിൽ യാവ് പോയി. അപ്പൊ യക്കൂന് യാവ് പോയാൽ പിന്നെ കൂനു എന്നായി. യക്കൂനു എന്നാണല്ലോ. യക്കൂനു യാവ് പോയി. പിന്നെ ഇവിടെ ദമ്മാണ്. അപ്പൊ ഹംസ വേണ്ട. പിന്നെ അവസാനം സുക്കൂൻ ചെയ്താൽ മതി. സുക്കൂൻ ചെയ്തപ്പോ 2 സുക്കൂൻ വന്നു. അപ്പൊ അവരെ കളഞ്ഞു. കുൻ കുൻ. അതാണ് ഉള്ളത്. إذا قضى أمر فإنما يقول له كن فيكون. അവിടെ നൂന് ലമ്മാണ്. അപ്പോൾ 2 സുക്കൂന് പ്രശ്നമില്ല. അപ്പോൾ വാവ് അവിടെ ഉണ്ട്. ഫയകൂനു. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു. നിങ്ങൾ അവനെ ആരാധിക്കുവീൻ. ഫഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കുവീൻ. ഹാദാ സിറാത്തും മുസ്തഖീം. ഹാദാ, ഇതാകുന്നു സിറാത്തും മുസ്തഖീം, മുസ്തഖീമായ വഴി, നേരായ വഴി. അള്ളാഹിനെ ആരാധിക്കുക എന്നതാണ്. അല്ലാത്തതൊക്കെ വളഞ്ഞ വഴിയാണ്. മുസ്തഖീമായ നേരെ ചൊവ്വയുള്ള വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ആരാധിക്കുക എന്ന വഴിയാണ്. അല്ലാത്ത വഴികളൊന്നും സിറാത്ത് മുസ്തഖീമല്ല. അതൊക്കെ വളഞ്ഞ വഴികളാണ് എന്ന് കൂടി അള്ളാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വല്ലാഹു അഅലം. ഒന്നുകൂടെ നോക്കാം. ദാലിക ഈസ ഇബ്നു മറിയം, അതാകുന്നു ഈസ ഇബ്നു മറിയം. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. ഏതൊന്നിലാണോ നിങ്ങൾ അവർ സംശയിക്കുന്നത് അതിലുള്ള ഹക്കായ വചനമാകുന്നു ഇത്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ. അല്ലാഹു തആലക്ക് യോജിച്ചതേ അല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത്. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്.
അതെ മയജൂസ് പറയാം. പിന്നെ അള്ളാഹിൻ്റെ കാര്യത്തിൽ ജായിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ളത്. ഉപയോഗിക്കാൻ പറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ജായിസ് പറഞ്ഞ അർത്ഥത്തിലാവില്ല അള്ളാഹ് ജായിസ് എന്ന് പറയുമ്പോൾ. ഇദാ ഖളാ അംറൻ, അല്ലാഹു തആല ഒരു കാര്യം നിശ്ചയിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു, നിശ്ചയമായും അതിന് പറയുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എന്ത് പറയുക? കുൻ, ഉണ്ടാവ് എന്ന് പറയൽ മാത്രമാണ്. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹു ആകുന്നു. ഫഅബ്ദൂഹു, അതിനാൽ നിങ്ങൾ അവരെ ആരാധിക്കുവീൻ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ വഴി. അപ്പോൾ ഈസാ നബിയുടെ കാലത്തും നേരായ വഴി ഇതാണ്, ഇബാദത്തിന്റെ കാലത്തും നേരായ വഴി ഇതാണ്. ഇതല്ലാത്ത മറ്റാരൊക്കെ എന്തൊക്കെ പറയുന്നുവോ അതൊന്നും സിറാത്ത് മുസ്തഖീം അല്ല എന്നാണ് വ്യക്തമാകുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. سبحانك اللهم وبحمدك.